എല്ലാവർക്കും നമസ്കാരം. സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആ ക്രീം കളറ് മതിലിൻ്റെ അവിടെ നിന്നും തുടങ്ങുന്ന ഫ്രണ്ടേജ് ഏകദേശം നല്ല രീതിയിൽ ബസ് റൂട്ടിലേക്ക് ഫ്രണ്ടേജ് ആയിട്ടുള്ള വീട് വിൽപ്പനയ്ക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇതിന് മുൻപ് ചെയ്ത ബസ് റൂട്ടിനോട് ചേർന്നിട്ടുള്ള ഒരു വീട് സ്ഥലത്തിൽ ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നു, വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ആയിട്ട് ബിൽഡിംഗ് കാര്യങ്ങൾ പണിയാൻ സാധിക്കുമോ എന്നുള്ള രീതിയിൽ കമൻറ്റ് ചെയ്തിരുന്നു. ഈ വീടായാലും നല്ല ഒരു 3-4 ഷട്ടറായിട്ടുള്ള ബിൽഡിങ് വീട് അവിടെ നിർത്തിക്കൊണ്ട് റോഡ് ഫ്രണ്ടിലേക്ക് പണിയാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടും സ്ഥലവുമാണ്. അതുപോലെ തന്നെ ഇതിന് മുൻപ് ചെയ്ത ഒരു വീഡിയോയ്ക്ക് മുൻപ് ചെയ്ത വീട് ഫ്രീ ആയി ലഭിക്കാവുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീടിനായാലും മെയിൻ റോഡിനോട് ചേർന്ന് തന്നെ നമുക്ക് ബിൽഡിംഗ് പണിയാൻ 2-3 ഷട്ടർ ഇട്ടിട്ടുള്ള കട റൂം പണിയാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടും സ്ഥലവും തന്നെയാണ്. അതിൻ്റെ സൈഡിൽ കൂടെ വഴിയിട്ട് കഴിഞ്ഞാൽ ബാക്കിലേക്ക് നല്ല രീതിയിൽ വഴിയും കാര്യങ്ങളും ഉൾപ്പെടെ ഫ്രണ്ടിലേക്ക് ബിൽഡിംഗ് പണിയാൻ സാധിക്കുന്ന ഒരു വീടും സ്ഥലവും തന്നെയാണ്. ആ വീടിൻ്റെ വീഡിയോയിൽ അത് ആഡ് ചെയ്യാൻ നമ്മൾ വിട്ടുപോയി. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയിൽ അത് 2 വീഡിയോയ്ക്കും കൂടിയിട്ട് കൂട്ടിച്ചേർത്ത് പറയുന്നത്. ബസ് റൂട്ടിലേക്ക് നല്ല രീതിയിൽ ഫ്രണ്ടേജ് ആയിട്ടുള്ള, അത്യാവശ്യം വീടിൻ്റെ ഉള്ളിൽ നല്ല സ്ഥല സൗകര്യത്തോട് കൂടിയിട്ടുള്ള, അതുപോലെ തന്നെ ചുറ്റുപാടും ഏകദേശം ഒരു സ്ക്വയർ സ്ഥലമാണ്, അതിൻ്റെ ഒത്ത നടുക്കാണ് ഈ വീട് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തും ബാക്ക് സൈഡിലും 2 സൈഡ് ഭാഗത്തും നല്ല രീതിയിൽ സ്ഥല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. നമ്മൾ ഈ ചാനലിൽ വിവിധ പ്രദേശങ്ങളിലെ വിവിധ ബഡ്ജറ്റിലുള്ള പല ടൈപ്പിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക. എന്നിരുന്നാലാണ് നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തത്സമയം ലഭിക്കുകയുള്ളൂ. ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂർ പ്രദേശത്താണ്. ബസ് റൂട്ടിനോട് ചേർന്ന് നല്ല രീതിയിൽ ബസ് റൂട്ടിലേക്ക് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു വീടും സ്ഥലവും കാട്ടൂർ പ്രദേശത്താണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും വീടിൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥല സൗകര്യവും അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിലെ സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. വീടിൻ്റെ സിറ്റ് ഔട്ടിൽ തന്നെ ഗ്രാനൈറ്റ് കാര്യങ്ങളാണ് ഇട്ടിരിക്കുന്നത്. വീടിൻ്റെ ഉള്ളിൽ ടൈലും കാര്യങ്ങളും ഡിസൈൻ ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഏകദേശം 10 വർഷത്തെ പഴക്കമുള്ള ഒരു വീടാണ്. ആ 10 വർഷം മുൻപേ ഉള്ള കൺസെപ്റ്റ് പ്രകാരമാണ് വീട് പണിതത്. എന്നിരുന്നാലും വീടിൻ്റെ ഉള്ളിലും നല്ല രീതിയിൽ സ്ഥല സൗകര്യത്തോടു കൂടി നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ലിവിങ് ഹാള് നല്ല വലിപ്പത്തിലുള്ള ലിവിങ് ഹാളും അതുപോലെ തന്നെ നല്ല വലിയ വിസ്താരമുള്ള ഡൈനിങ് ഹാളും ഉൾപ്പെടെ ബെഡ്റൂമുകൾ ഏകദേശം 4 ബെഡ്റൂമാണ് നമ്മൾക്കുള്ളത്. ആ 4 ബെഡ്റൂമിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീടും കാര്യങ്ങളാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. നല്ല ഒരു സ്ക്വയർ സ്ഥലമാണ്. ആ സ്ക്വയർ സ്ഥലം എന്ന് പറയുന്നത് ഏകദേശം 21 സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ വീട് 2100 സ്ക്വയർ ഫീറ്റിലാണ്. 4 ബെഡ്റൂം, അതിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡ്, ഒരു കോമൺ ബാത്റൂം, 10 വർഷത്തെ പഴക്കം, വറ്റാത്ത കിണറുണ്ട്. അതുപോലെ തന്നെ ലൈൻ വെള്ളം നമ്മൾക്ക് ടാങ്കിലേക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഫ്രണ്ട് ഭാഗത്ത് കിണർ പോലത്തെ തന്നെ ഒരു ടാങ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴും അവർ ലൈനിലെ വെള്ളം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വറ്റാത്ത കിണറും കൂടിയുള്ള സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന 2 സ്രോതസ്സുകളാണ് ഈ വീടിന് ഉള്ളത്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ ബാക്ക് സൈഡിൽ പുറത്ത് ഭാഗത്തായിട്ട് ഒരു ചെറിയ ഒരു വാർക്ക ഉൾപ്പെടെയുള്ള ഒരു 2 റൂമായിട്ട് 2 സ്റ്റോർ റൂം പോലെയുള്ള ഒരു സംവിധാനമുണ്ട്. ഇപ്പോൾ ഇവരൊരു റൂമിൽ അത്യാവശ്യം സാധനങ്ങൾ കൊണ്ട് ഡംപ് ചെയ്തെടുക്കുന്നത്, അതുപോലെ തന്നെ ഒരു റൂമിൽ വിറക് വരെ ആക്കിയിട്ടുള്ള ഒരു ഭാഗങ്ങളാണ്. അത് ഇവർ ഈ വീട് പണിയുന്നതിന് വേണ്ടി അവിടെ താമസിച്ചു കൊണ്ടാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതിനാലാണ് അതിപ്പോൾ വിറക് വരെയും ഒരു സ്റ്റോർ റൂമുമായിട്ടാണ് ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്.
അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ ചുമരിൽ നല്ല വൈറ്റ് കളറുള്ള പെയിൻറ്റ് പോലത്തെ ടൈലും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വൈറ്റ് വാഷും കാര്യങ്ങളുടെ ആവശ്യമില്ല. നല്ല വൈറ്റ് കളറിലുള്ള ടൈലും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾക്ക് ഒരു റൂമും അതുപോലെ തന്നെ ഒരു ബാത്റൂമും എടുത്ത് അതിൻ്റെ ഒരുവിധം കാര്യങ്ങൾ കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. മുകൾ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2100 സ്ക്വയർ ഫീറ്റ് വീട് വരുന്നുണ്ടെങ്കിലും അതിൻ്റെ ഫുൾ പ്രൊട്ടക്ഷൻ നൽകാവുന്ന രീതിയിൽ ഏകദേശം 3000 സ്ക്വയർ ഫീറ്റിൽ ട്രസ് വർക്ക് കാര്യങ്ങളൊക്കെ വീട് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ട്. ഏകദേശം 21 സെൻറ്റ് സ്ഥലത്തിൽ 2100 സ്ക്വയർ ഫീറ്റിൽ ബസ് റൂട്ടിനോട് നല്ല രീതിയിൽ ഫ്രണ്ടേജ് ആയിട്ടുള്ള ആവശ്യമാണെങ്കിൽ ഈ ബസ് റൂട്ടിനോട് ചേർന്ന് നല്ല ഒരു ബിൽഡിംഗ് പണിത് വാടകയ്ക്ക് കൊടുക്കാനൊക്കെ സാധിക്കുന്ന രീതിയിലുള്ള കമേഴ്ഷ്യൽ പർപ്പസ് പോലെയുള്ള സംവിധാനത്തോട് കൂടിയിട്ടുള്ള ഈ വീടും സ്ഥലത്തിനും ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 1,50,00,000 രൂപയാണ്. ഏകദേശം ഒരു സെൻറ്റിന് 7 ലക്ഷം രൂപ രീതിയിലാണ് കണക്കാക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെയാണ്. ആവശ്യമുള്ളവർക്ക് ആവശ്യാനുസരണം ഏത് ബാങ്കിൽ നിന്നും ലോണും കാര്യങ്ങളൊക്കെ ചെയ്തു തരുവാൻ തയ്യാറായിട്ടുള്ള ഒരു വീടും കാര്യങ്ങളൊക്കെയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഈ വീട് കാണുന്നതിനൊക്കെ ആയി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കി തരുന്നതാണ്. ലോൺ ഫെസിലിറ്റി ഉൾപ്പെടെ ഇതിൻ്റെ പേപ്പർ വർക്കുകൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു തരുന്നതാണ്. ഈ വീട് വരുന്നത് ഞാൻ മുൻപേ പറഞ്ഞു, തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂർ ബസ് റൂട്ടിനോട് ചേർന്നാണ് ഈ വീട് സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത്. കാട്ടൂർ സെൻറ്ററിലേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ്, ഇരിഞ്ഞാലക്കുട ടൗൺ ഏകദേശം 9 കിലോമീറ്റർ ഡിസ്റ്റൻസ്, തൃപ്രയാറ് 9 കിലോമീറ്റർ, തൃശ്ശൂർ ടൗണിലേക്ക് ഏകദേശം 19 കിലോമീറ്റർ, മുസ്ലിം പള്ളി വെറും 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസ്, അമ്പലം 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസ്, ക്രിസ്ത്യൻ ഏകദേശം 1.25 കിലോമീറ്റർ ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ 1 കിലോമീറ്ററിൽ സ്കൂള്, അതുപോലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഏകദേശം 2 കിലോമീറ്റർ, അതുപോലെ തന്നെ CBSE സ്കൂളിലേക്ക് 2 കിലോമീറ്റർ, കോൺവെൻറ്റ് 1.25 കിലോമീറ്റർ, കോളേജിലേക്ക് വുമൺ കോളേജിലേക്ക് ഏകദേശം 2.5 കിലോമീറ്റർ ഡിസ്റ്റൻസ്, മിഷൻ ഹോസ്പിറ്റലിലേക്ക് ഏകദേശം 2 കിലോമീറ്റർ, അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് 1 കിലോമീറ്റർ, നളന്ദ സ്കൂള് 2 കിലോമീറ്റർ, അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, കൃഷിഭവൻ, രജിസ്റ്റർ ഓഫീസ്, മൃഗാശുപത്രി, യൂണിറ്റി ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ KCB, ഈ എല്ലാ സൗകര്യങ്ങളും ഏകദേശം 3 കിലോമീറ്റർ സർക്കിളിൽ തന്നെ എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലായി. അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളോടും ചേർന്ന് ബസ് റൂട്ടിനോട് തൊട്ടരികിലായി വീടിൻ്റെ ഉള്ളിലെ സൗകര്യമായാലും അതുപോലെ തന്നെ വീടിൻ്റെ ഔട്ട്സൈഡിലെ സൗകര്യമായാലും എല്ലാം ചേർന്ന് ഉള്ള ഒരു വീടും സ്ഥലവുമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. ഈ വീടിൻ്റെ മുകൾ ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മുകൾ ഭാഗത്തെ അത്യാവശ്യം റെസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ഇരിക്കുന്നതിനൊക്കെ വേണ്ട സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വീട് കാണുന്നതിന് ആവശ്യമായ കാര്യങ്ങൾക്കും കോൺടാക്റ്റ് ചെയ്യുക. അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.